സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പൊ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള വളരെ പ്രയാസപ്പെട്ട ഒരവസ്ഥയിലായതുകൊണ്ടാണ് ഇത്ര പറയാൻ കാരണം. അതുകൊണ്ട് ഇതിന് പറ്റാവുന്ന രൂപത്തിലുള്ള എല്ലാ ക്ഷമാപണവും ദയവ് ചെയ്ത് ഹസൻ ഉസ്താദ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപേക്ഷ നമ്മൾ 100% അംഗീകരിക്കുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഞാൻ എല്ലാ പത്രത്തിനും കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസിദ്ധീകരിച്ച് മാധ്യമവും തേജസ്സും മാത്രമാണ്. അതിൽ തന്നെ മാധ്യമം അത് തിരുത്തലോടെയാണ്. അതിന്റെ യഥാർത്ഥ രൂപം തേജസ് പത്രത്തിൽ പിന്നീട് വന്നിട്ടുണ്ട്. പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇത് വരാനുള്ള അടിസ്ഥാന കാരണവും ഞാൻ പറഞ്ഞു. അത് ഉസ്താദ് അവറുകൾ നേരത്തെ ഇവരെ വിട്ടുനിർത്തണമെന്ന് പറഞ്ഞപ്പോ അതിൽ നമുക്കുണ്ടായ ഒരു വിവരക്കേട് കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധം, ആ അബദ്ധത്തിന്റെ പിന്നാമ്പുറങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ഇതെല്ലാം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ആ സിഡിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രവർത്തകർക്കും സംഘടനക്കും ധാരാളം വിഷമങ്ങൾ ഉണ്ടാവുകയും പ്രയാസപ്പെടുകയും പലരും വീട്ടിൽ വരികയും ഫോൺ ചെയ്യുകയും കരയുകയും പല സന്ദർഭ പരിപാടികളും ഉണ്ടായിട്ടുണ്ട്. അതിൽ മുഴുവനും നമ്മൾ ഈ സിഡി കേൾക്കുന്നവരോടും ക്ഷമാപണം നടത്തുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഉസ്താദുമാരോടും സംഘടന. അതുകൊണ്ടാണ് സംഘടന എടുത്ത ഈ തീരുമാനം അത് വളരെ ഒരു ചെറിയ ശിക്ഷയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. പൂർണ്ണമായി അതിനെ അംഗീകരിക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള കാരണം അവരത്രയും നമ്മളെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ചെറിയ പ്രലോഭനമൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശനിയാഴ്ച സമ്മേളനം നടക്കുമ്പോ വ്യാഴാഴ്ച തന്നെ അവർ വളരെ ഈ രാമന്തളിയും മറ്റും നേതൃത്വത്തിൽ ആസൂത്രിതമായി നമ്മളെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി നേരെ സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് വീട്ടിലിരുന്നാൽ വലിയ പ്രയാസമാണ്. ആളുകളെല്ലാം വന്ന് ഫേസ്ബുക്കിലൊക്കെ വന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്ന് മംഗലാപുരത്തൊക്കെ പോയി വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വഴിയിൽ വെച്ച് നമ്മുടെ വണ്ടി ഡ്രൈവറും കൂടി ഓരോ ഭാഗത്തേക്കാവുമ്പോ പറയേണ്ടതില്ലല്ലോ, വേറൊരു വണ്ടിയിൽ കയറ്റി ഒരു ഇന്നോവയിൽ. അപ്പോ വേറെ രണ്ടാളുകളും അതിൽ വന്ന് കയറി. ഞാനുണ്ട്, എന്റെ 2 സുഹൃത്തുക്കളുണ്ട്, ഒരു ഡ്രൈവറും പിന്നെ 2 ആളുകളും. പിന്നെ നമ്മൾ കണ്ടത് ആ വണ്ടിയിൽ യഥാർത്ഥത്തിൽ നമ്മളെ കയറ്റിയത് സമ്മേളനം കഴിഞ്ഞിട്ടേ വിടൂ എന്ന ഒരു ഉറപ്പ് അവർക്ക് കിട്ടാൻ വേണ്ടിയായിരുന്നു അത്ര. അങ്ങനെ പിന്നെ ഞാൻ ആ റൂട്ട് മാറ്റി വയനാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല, ഞാൻ വളരെ രോഗിയാണെന്നല്ല അവർ അറിയിച്ച്. അങ്ങനെ തിരിച്ചു വന്ന് ഒരു ഉസ്താദിന്റെ അടുത്ത് മന്ത്രിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അവസാനം ഇവരെ ഈ തോട്ടുമുക്കം എന്ന സാധനം ഉണ്ട്, അയാളെ മഹല്ലിൽ അന്ന് വ്യാഴാഴ്ച ഞങ്ങൾ 2 പേരെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചു വരും. അത്ര ഈ ചേളാരി ഭാഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഗുണ്ടായിസാണല്ലോ അവരുടെ മുന്നിൽ. നമുക്ക് പറയേണ്ടതില്ലല്ലോ. മുസാഫ് കത്തിച്ചതും അതേപോലെ മദ്രസ കത്തിച്ചതെല്ലാം നമുക്കറിയാവുന്നതാണ്. അന്ന് രാത്രി അവരുടെ ഗുണ്ടകളെ കാവൽ നിർത്തിയിട്ട് നമ്മൾ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ വീണ്ടും നമുക്ക് ശാരീരികമായുള്ള അസ്വസ്ഥത അവരെ അറിയിക്കുന്നതും ഉസ്താദുമാരുടെ അടുത്തേക്ക് പോയി മന്ത്രിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എപിക്കാരായ ഒരൊറ്റ കുട്ടി മന്ത്രിച്ച സംഗതി നടക്കൂല, അതുകൊണ്ട് ഓരോരുത്തർക്ക് പോകാനും പറ്റൂല. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ സമ്മേളനത്തിലെത്തും എനിക്ക് ഉറപ്പായി. ചുരുക്കത്തിൽ അങ്ങനെ ആസൂത്രിതമായി നമ്മളെ കയ്യിലാക്കിയവരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഉറപ്പിച്ചു പറഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ വരും. പക്ഷെ ഓക്കെ, ഉസ്താദും എതിരായ സുലൈമാൻ ഉസ്താദും നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരുടെയും ബറക്കത്ത് കൊണ്ട് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട് ഞാൻ അന്ന് വെള്ളിയാഴ്ച രാത്രി വൈകുന്നേരമായപ്പോ ഈ രാമന്തളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ വരാതിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ സിഡി ഞാൻ നാളെ പുറത്തു കൊണ്ടുവരും, നിങ്ങൾ നേരത്തെ കണ്ട പിന്നെ ഫോട്ടോസ് ഞാൻ കൊണ്ടുവരും, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സമ്മേളനത്തിൽ വന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളെ